വാൽമീകി രാമായണത്തിൽ അയോധ്യ എന്ന് പറയുന്ന പട്ടണത്തെപ്പറ്റി വളരെ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. വാൽമീകി രാമായണത്തിലെ ആദ്യത്തെ കാണ്ഡം ബാലകാണ്ഡമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കാണ്ഡത്തിൽ 77 ഉപകാണ്ഡങ്ങളാണ് ഉള്ളത്. അതിൽ ഏകദേശം ആദ്യത്തെ ഭാഗത്ത് തന്നെ 5, 6, 7 എന്നുള്ള ഉപകാണ്ഡങ്ങളിൽ വളരെ വിശദമായി അയോധ്യ എന്ന് പറയുന്ന പട്ടണത്തെപ്പറ്റി പരാമർശിച്ചിരിക്കുകയാണ്. ഈ ബാലകാണ്ഡത്തിലെ ഒന്നാമത്തെ ഉപകാണ്ഡത്തിൽ നാരദ മഹർഷി വാൽമീകി മഹർഷിയുടെ മുന്നിൽ എത്തുന്നതും വളരെ ചുരുക്കത്തിൽ രാമായണ കഥ മുഴുവൻ നാരദ മഹർഷി വാൽമീകി മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുമാണ്. അതിനുശേഷം നാരദ മഹർഷി തിരിച്ചു പോകുന്നു. പിന്നീട് രണ്ടാമത്തെ ഉപകാണ്ഡത്തിൽ വാൽമീകി മഹർഷി തൻ്റെ ആശ്രമത്തിൽ താമസിക്കുന്നു. ആ സമയത്താണ് വേടൻ ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തുന്നത്. വാൽമീകി മഹർഷിയുടെ ഉള്ളിൽ നിന്നും ആ ആദ്യത്തെ ശ്ലോകം പുറപ്പെടുന്നു. ആ വളരെ വിഷമിച്ചിരിക്കുന്ന വാൽമീകി മഹർഷിയുടെ മുന്നിൽ ബ്രഹ്മദേവൻ എത്തുന്നു. മാത്രമല്ല ബ്രഹ്മദേവനും ഈ വാൽമീകി മഹർഷിയോട് രാമായണം രചിക്കാൻ പറയുകയാണ്. മാത്രമല്ല വാൽമീകി മഹർഷിയിൽ നിന്നും എന്തെല്ലാം ഉതിരുന്നുവോ അതെല്ലാം സത്യമായിരിക്കും എന്നുകൂടിയുള്ള ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. ഫലശ്രുതി കൂടി പറയുന്നു. ഈ രാമായണം എത്ര കാലം നിലനിൽക്കും? ഈ ഭൂമിയിൽ പർവ്വതങ്ങളും നദികളും ഉള്ളിടത്തോളം കാലം ഈ രാമായണം നിലനിൽക്കുമെന്നുള്ള ഒരു അനുഗ്രഹം ബ്രഹ്മദേവൻ വാൽമീകി മഹർഷിക്ക് കൊടുക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഭൂമിയിൽ പർവ്വതങ്ങൾ എത്ര കാലം നിലനിൽക്കുമോ, നദികൾ എത്രത്തോളം കാലം നിൽക്കുമോ അത്രത്തോളം കാലം രാമായണം നിലനിൽക്കുമെന്ന്. ഒന്ന് ആലോചിക്കുക, രാമായണം നടന്നത് ത്രേതായുഗത്തിലാണ്. ഇപ്പം എത്രയോ കാലം കഴിഞ്ഞു. ഇന്ന് നമ്മൾ രാമായണം അല്ലെങ്കിൽ ശ്രീരാമനെ നെഞ്ചിലേറ്റി നടക്കുകയാണ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ ഏകദേശം സത്യമാണ് അല്ലെങ്കിൽ അതുപോലെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബ്രഹ്മദേവൻ ഈ ഫലശ്രുതിയെല്ലാം പറഞ്ഞ് അനുഗ്രഹിച്ചതിന് ശേഷം അവിടെ നിന്ന് പോകുന്നു. ഇതാണ് രണ്ടാമത്തെ ഉപകാണ്ഡത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഉപകാണ്ഡത്തിൽ വാൽമീകി മഹർഷി തന്നെ ഈ രാമായണത്തിൻ്റെ ഒരു സംഗ്രഹം നമ്മളോട് പറയുകയാണ്. അതെവിടം വരെ പറയുന്നുണ്ട്? ശ്രീരാമൻ്റെ പട്ടാഭിഷേകം വരെ മാത്രമേ പറയുന്നുള്ളൂ. നാലാമത്തെ ഉപകാണ്ഡത്തിൽ ലവകുശന്മാർ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ മുന്നിലെത്തുന്നു. അതായത് പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ലവകുശന്മാർ വരുന്നത്. സീതാദേവി ഉപേക്ഷിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്രീരാമ സന്നിധിയിൽ അല്ലെങ്കിൽ ആ ഒരു രാജാവിൻ്റെ അങ്കണത്തിലേക്ക് ലവകുശന്മാർ വരുന്നു. ശ്രീരാമചന്ദ്ര സ്വാമിയെ രാമായണം മുഴുവൻ പാടിക്കേൾപ്പിക്കുന്നു ലവകുശന്മാർ. ഈ പാടിക്കേൾപ്പിക്കുന്ന ഭാഗമാണ് അഞ്ചാമത്തെ ഉപകാണ്ഡത്തിൽ തുടങ്ങുന്നത്. ഇവർ തുടങ്ങുന്നത് തന്നെ എന്താണ്? അയോധ്യ എന്ന് പറയുന്ന പട്ടണത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് ലവകുശന്മാരുടെ ഈ ഒരു ഗാനം ആരംഭിക്കുന്നത്. അതിൽ പറയുകയാണ്, വൈവസ്വത മനു എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. മാനസപുത്രന്മാരിൽ ഒരാളാണ് വൈവസ്വത മനു. ഈ വൈവസ്വത മനു തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ അയോധ്യ എന്ന് പറയുന്ന പട്ടണം. ഇത് കോസലം എന്ന് പറയുന്ന രാജ്യത്തിലാണ്. ഈ വൈവസ്വത മനുവിൻ്റെ മൂത്ത പുത്രനാണ് ഇക്ഷ്വാകു. പിന്നെ ആ വംശം ഇങ്ങനെ വരുന്നു. സഗര രാജാവ്, അദ്ദേഹത്തിന് 60,000 പുത്രന്മാർ. പിന്നീട് രഘു, ആ ഒരു വംശത്തിലാണ് ദശരഥനും ശ്രീരാമനും എല്ലാം വരുന്നത്. അതായത് സൂര്യവംശ രാജാക്കന്മാരാണ് ഈ അയോധ്യ എന്ന് പറയുന്ന പട്ടണം ഭരിച്ചിരുന്നത് എന്ന് പറയുന്നു. ഇതിന് ശേഷം ഈ പട്ടണത്തിനെ പറ്റി വളരെ വിശദമായിട്ട് പറയുകയാണ്. ഈ പട്ടണത്തിൽ എന്തെല്ലാം ഉണ്ട്? നമ്മൾ ഇന്ന് പറയുന്ന ഹൈവേ ഒക്കെ ഉണ്ടെന്നാണ് പറയുക. ഈ പട്ടണത്തിൻ്റെ വലിപ്പത്തെ പറ്റിയും എത്ര നീളമുണ്ട്, എത്ര വീതിയുണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട്. ഈ ഹൈവേകളെല്ലാം വളരെയധികം എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉള്ളതാണ്. പിന്നെ ഈ റോഡുകളെല്ലാം നനച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. പല വീഥികളിലും പൂക്കളെല്ലാം വിതറിയിരുന്നു. അവിടെയുള്ള വീടുകളാണെങ്കിൽ നല്ല നിരനിരയായിട്ട്, നമ്മൾ വെൽ പ്ലാൻഡ് സിറ്റി എന്നൊക്കെ പറയില്ലേ, അതുപോലെ വളരെ നിരനിരയായിട്ട് അവയ്ക്ക് കൊടുത്തിരിക്കുന്ന കളർ, ഈ എന്താ പറയുക, നിറക്കൂട്ടുകളെ പറ്റി, ഇതിനെപ്പറ്റിയെല്ലാം വളരെ വിശദമായിട്ട് പരാമർശിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങൾ, അവരുടെ സ്വഭാവം എന്താണ്? നല്ല നല്ല പുരോഹിതരുണ്ടായിരുന്നു, ധർമ്മിഷ്ഠരായിരുന്നു, വേദത്തെപ്പറ്റി നല്ല അറിവുള്ള ധാരാളം ബ്രാഹ്മണരുണ്ടായിരുന്നു. ജനങ്ങൾ സത്യനിഷ്ഠരായിരുന്നു. ദുഷ്ടന്മാർ, പിശുക്കർ, അതുപോലെ ഇന്ദ്രിയങ്ങൾ അധീനത്തിലില്ലാത്തവർ, ഇങ്ങനെയുള്ളവരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? വളരെ നല്ല ഭരണമാണ് എല്ലാ രാജാക്കന്മാരും കാഴ്ചവെച്ചിരുന്നത്. ധാർമ്മികമായിട്ടുള്ള ഒരു ഭരണമാണ് ഉണ്ടായിരുന്നത്. 7 നില കെട്ടിടങ്ങൾ വരെ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു.
നദികളിൽ ജലം സമൃദ്ധമായിരുന്നു, നല്ല രീതിയിൽ കൃഷികളെല്ലാം ചെയ്തിരുന്നു. അങ്ങനെ സമ്പദ് സമൃദ്ധമായിട്ടുള്ള അയോധ്യ എന്ന് പറയുന്ന പട്ടണം, ഇതാണ് 5ാമത്തെ ഉപഖണ്ഡത്തിൽ വളരെ പ്രധാനമായിട്ടും പരാമർശിച്ചിരിക്കുന്നത്. 6ാമത്തെ ഉപഖണ്ഡത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ദശരഥ മഹാരാജാവ് ഈ അയോധ്യ എങ്ങനെ ഭരിച്ചിരുന്നു എന്ന്. കാരണം ആദ്യത്തെ അധ്യായത്തിൽ മൊത്തം അയോധ്യ എന്ന് പറയുന്ന പട്ടണമാണ്. ഇവിടെ വിഷ്ണുവിൻ്റെ സാന്നിധ്യമുണ്ട്. അയോധ്യ ആദ്യമായിട്ട് ഭരിച്ചത് ദശരഥനല്ലല്ലോ, വൈവസ്വത മനുവിൻ്റെ കാലഘട്ടം തൊട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടം തൊട്ടുള്ള അയോധ്യയുടെ പ്രതാപത്തിനെയാണ് പറഞ്ഞത്. പിന്നീടാണ് ദശരഥൻ ഭരിച്ചിരുന്ന അയോധ്യ എങ്ങനെയായിരുന്നു. അതിലാദ്യം ദശരഥനെ പറ്റി തന്നെ പറയുന്നുണ്ട്. വേദങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ളയാൾ, 4 വേദങ്ങളും 6 വേദാംഗങ്ങളും അറിയാവുന്ന, എല്ലാ തരത്തിലും സത്യനിഷ്ഠനായിട്ടുള്ള ധർമ്മനിഷ്ഠനായിട്ടുള്ള ഒരാളാണ്. ധാരാളം രാജാക്കന്മാർ കപ്പം കൊടുക്കാനായി അയോധ്യയിലേക്ക് എല്ലായ്പ്പോഴും ഒഴുകിക്കൊണ്ടിരുന്നു എന്ന്. അപ്പോൾ എത്ര രാജ്യങ്ങൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ തന്നെ ഒരു അധിപനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. മാത്രമല്ല അദ്ദേഹം ഒരു അതിരഥനും കൂടെ ആയിരുന്നു എന്ന് പറയുകയാണ്. ഈ അതിരഥൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ, ധാരാളം മഹാരഥന്മാരെ ഒരേ സമയം നേരിടാൻ കഴിവുള്ളവനാണ് അതിരഥൻ. നമ്മൾ ദശരഥൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, പലതരത്തിൽ അത് പറയാറുണ്ട്. 10 രഥങ്ങളിൽ സഞ്ചരിച്ച് ഒരേ സമയം ശത്രുക്കളോട് നേരിടാൻ കഴിവുള്ളവർ, അല്ലെങ്കിൽ 10 പേര് രഥത്തിൽ വന്നാൽ അവരോട് ഒറ്റയ്ക്ക് നേരിടാൻ കഴിവുള്ളവൻ, ഇങ്ങനെ പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്താണെങ്കിലും ശത്രുക്കൾക്ക് വളരെയധികം പേടിയുള്ളവനായിരുന്നു ദശരഥൻ. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ തന്നെ ലങ്ക ഭരിച്ചിരുന്നതാണ് രാവണൻ. രാവണന് പോലും ദശരഥനോട് ഏറ്റുമുട്ടാൻ സാധിച്ചിട്ടില്ല. ചെറിയ രീതിയിലൊന്ന് ഏറ്റുമുട്ടിയപ്പോൾ തന്നെ പരാജയം സംഭവിച്ചു രാവണന്. അന്ന് തൊട്ട് രാവണൻ്റെ ഏറ്റവും വലിയൊരു ചിന്താവിഷയം, ഈ ദശരഥനെങ്ങാനും മക്കളുണ്ടായാൽ തൻ്റെ അവസ്ഥ എന്തായിരിക്കും. ദശരഥൻ തന്നെ ഇങ്ങനെ. അതുകൊണ്ടാണ് ഉടൻ തന്നെ തപസ്സിന് പോയിട്ട് ദശരഥന് മക്കളുണ്ടാകരുത് എന്നുള്ള വരം പോലും മേടിച്ചു. പിന്നീട് പായസത്തിലൂടെയല്ലേ ഉണ്ടായത്. പക്ഷേ ഇതൊന്നും ചിന്തിക്കാൻ മാത്രമുള്ള ഒരു വിവേകം, അല്ലെങ്കിൽ അത്രമാത്രം ബുദ്ധിയുടെ ഒരു ഔന്നത്യം രാവണനുണ്ടായിരുന്നില്ല. ഭഗവത് ലീലകൾ എത്രമാത്രം വൈവിധ്യമാണല്ലേ. ഭഗവാൻ ഇതിനെല്ലാം വഴിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നഗരത്തിൽ അയോധ്യയുടെ രാജാവായിട്ടാണ് ഈ ദശരഥ മഹാരാജാവ് ജീവിച്ചിരുന്നത്. പിന്നെയോ അവിടെ ആയുധങ്ങളാകട്ടെ, അല്ലെങ്കിൽ സുരക്ഷയാകട്ടെ, ശതഘ്നികൾ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 100 കണക്കിന്, അതിന് ശരിക്കും പറഞ്ഞാൽ റോക്കറ്റുകൾ എന്ന് വേണമെങ്കിൽ നമുക്കിന്ന് പറയാം. 100 കണക്കിനുള്ള ശതഘ്നികൾ വിന്യസിച്ചിരുന്നു. നമ്മളിന്ന് പറയുന്ന പോലത്തെ ആർച്ച് പോലെയുള്ള വലിയ വലിയ കമാനങ്ങൾ ഉൾപ്പെടുന്ന കവാടങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ വലിയ വലിയ കിടങ്ങുകൾ ഉണ്ടായിരുന്നു. നമുക്ക് എത്തിപ്പെടാനോ കടക്കാനോ ഭേദിക്കാനോ പറ്റാത്ത കിടങ്ങുകൾ, ചുറ്റും കോട്ടമതിലുകൾ, അത്രമാത്രം സുരക്ഷയിലുള്ള ഒരു പട്ടണമായിരുന്നു അയോധ്യ. ഇങ്ങനെ വളരെ വിസ്തൃതമായിട്ടാണ് ഈ ഒരു 6ാം അധ്യായത്തിൽ ദശരഥൻ്റെ അയോധ്യയെ പറ്റി പറയുന്നത്. 7ാം അധ്യായത്തിൽ പറയുന്നത് ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിമാരെ പറ്റി. 8 മന്ത്രിമാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. നമുക്കറിയാവുന്ന സുമന്ത്രരെ ഏറ്റവും അവസാനമായിട്ടാണ് പറയുന്നത്. പുരോഹിതരാരൊക്കെ? വസിഷ്ഠനും വാമദേവനും. ഉപദേശകരുണ്ട് കുറേ പേര്. അവരാരൊക്കെ? മാത്രമല്ല പറയുകയാണ്, ഏകാധിപതിയെപ്പോലെ ഒരിക്കലും തീരുമാനമെടുത്തിരുന്നില്ല. ഈ പുരോഹിതരോടും ഉപദേശകരോടും മന്ത്രിയോടും ചോദിച്ചാണ് ദശരഥ മഹാരാജാവ് തീരുമാനങ്ങൾ എടുത്തത്. അതുകൊണ്ട് ധർമ്മിഷ്ഠനായിട്ട് വളരെ ശാന്തമായിട്ടും വളരെ സമ്പദ് സമൃദ്ധിയോടുകൂടിയുമാണ് ആ രാജ്യത്തെ ഭരിച്ചിരുന്നതെന്നുകൂടി വാൽമീകി രാമായണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആത്മീയ കഥകളുടെ ഈ ഒരു ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം വാട്സപ്പ് മെസ്സേജുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കൂ, ഒരു എമർജൻസി കാര്യം അറിയാനാണെന്ന് പറഞ്ഞാണ് മെസ്സേജ്. ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, ഇതാരാ? ഇത് ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോ. ഡേറ്റ് ഓഫ് ബർത്ത് ഞാനിത് എടുത്തിട്ട് കുറെ ദിവസം ഇങ്ങനെ നിന്നിട്ട് കാണാതറിയില്ല. അറിയാം അവരെ
പിന്നെ വലിയ മോൻ്റെത് ആ. 84 ഏത് മാസമാണ് ചേച്ചി? മാസം. ഒരു മിനിറ്റ് ഇപ്പൊ പറഞ്ഞുതരാം. ഉം. എടുത്തു വെച്ചതായിരുന്നു. ഇതൊക്കെ ചേച്ചിക്കൊന്ന് ഓർത്തിരുന്നുകൂടി. ഓർക്കൊക്കെ ചെയ്യാ. ശരിക്കും വേറെ കാര്യമുണ്ട്, എന്റെ മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് അറിയത്തില്ല. 1984 ഒക്ടോബർ 8. സമയം അത് ചിലപ്പോ പിന്നെ കുറച്ച് ഇത് വരും. എന്തെന്ന് വെച്ചാല് പിന്നെ അത് ഒരു സുമാറാവും വേണമെങ്കിൽ ഞാന് പറഞ്ഞോ. ആ വീട്ടിൽ നിന്നിരുന്ന ഒരു 5 മണിന്റെ ഉള്ളില്, ഉച്ചേന്റെ ശേഷം. വൈകുന്നേരം അല്ലേ? പകല് വൈകുന്നേരം 4 മണി. ചേച്ചി ഉത്രട്ടാതി അല്ലേ നക്ഷത്രം? ഉത്രട്ടാതിയാണ് ഞങ്ങളെ ഇതില്. നിങ്ങളുടെ ഇതിലെന്ന് വെച്ചാ? അല്ല, ഉത്രട്ടാതിയിലാണ് ഇപ്പൊ വിചാരിച്ചു. ഞാൻ അത് സാറിനോട് ശരിക്കും ചോദിച്ചിട്ട്. ഉത്രട്ടാതി തന്നെ തന്നെയാണല്ലേ? തിങ്കളാഴ്ച ദിവസം കന്നി 22-ാം തീയതി. കല്യാണം നടന്നില്ലല്ലോ? ഇല്ല, കല്യാണം നടന്നില്ല. കുഴപ്പമില്ല ചേച്ചി. വയസ്സിപ്പോ 39. ചേച്ചി കല്യാണത്തിന്റെ കാര്യത്തിൽ ഇനി നമുക്ക് ജാതകമൊന്നും നോക്കിയിരിക്കണ്ട. പിന്നെ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് കേതുർ ദശാകാലമായിരുന്നു. അതിൻ്റെതായ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പീരീഡ് ആയിരുന്നു ചേച്ചി. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ഒത്തിരി, ഞാൻ പറഞ്ഞില്ലേ, ജാതകത്തിന്റെ കാര്യത്തിൽ നോക്കണം. മോനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചു കാലം വേണ്ടാന്ന് നിന്നു എന്നും തോന്നുന്നുണ്ട്. അങ്ങനൊന്നുമില്ല, വേണ്ട വിചാരിച്ചിട്ടൊന്നുമില്ല. തെരയുന്നുണ്ട്. എന്ന് മുതലാണ് നോക്കി തുടങ്ങിയത്? ഒരു 10-11 വർഷമായി. ഈ എന്താണ് മാറിപ്പോകുന്നതിന്റെ കാരണം? ജാതക പൊരുത്താണോ, ജോലിയുടെ ആണോ? ജാതകത്തിൽ ഭയങ്കര വ്യത്യാസം വരുന്നു ചേച്ചി. നമ്മൾ ഈ 39 വയസ്സിലൊക്കെ ഇനി ജാതകത്തിന്റെ പുറകെ പോകുന്നത് മണ്ടത്തരല്ലേ ചേച്ചി? കാരണം എന്ന് വെച്ചാൽ ഇനിയും നമ്മൾ ഇന്നത്തെ ഒരു ആയുസിന്റെ ഗതി വെച്ച് എത്ര കാലം പിള്ളേർക്ക് സന്തോഷത്തോടു കൂടി ഇനി നോക്കണില്ല, നോക്കാതെ ഇത്രയും കാലം എനിക്ക് തോന്നി. അതാ ഞാൻ പറയാം, നേരത്തെ കുറച്ചു കാലം വേണ്ടാന്ന് പറഞ്ഞിരുന്നു തോന്നിയത്. നേരത്തെ ആൾക്ക് നടക്കേണ്ടുന്ന ടൈം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഈ ജാതക കാര്യത്തിൽ ഒത്തിരി കടുംപിടുത്തം പിടിച്ചു. പക്ഷെ അതിനകത്ത് നോക്കിയതിൽ ഒത്തിരി മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്നറിയാവോ, മോന് ശുദ്ധജാതകവും ചേരും പാപജാതകവും ചേരും. പക്ഷേ ഈ ജ്യോതിഷികൾക്കിടയിൽ ഒരു അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് ഇവർ പരസ്പര വിരുദ്ധമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് പ്രശ്നം. അങ്ങനെ തന്നെയാണ് സാറേ. അതാണ്. ഇനിയിപ്പോ നോക്കാനൊന്നും പോകണ്ട. നമുക്ക് ഈ മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ലൊരു ആലോചന വരും. ഓക്കെ, ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ശുഭാരംഭത്തിലേക്ക് സ്വാഗതം. ആത്മീയ കഥകളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ ബീജമന്ത്രങ്ങളുടെ ശക്തി. അതെ, ബീജമന്ത്രങ്ങൾ. നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്ന ചിന്താധാരകൾ, ചിന്തകൾ ബീജം ആണ്. ബീജം എന്നാൽ വിത്തുകൾ. ഓരോ വിത്തിനുള്ളിലുമാണ് ആയിത്തീരേണ്ട ഫലമൂലാദികളിരിക്കുന്നത്. അപ്പം നിരവധിയായ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളവരാണ് മനുഷ്യർ. താപസ ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാർ തൻ്റെ മനോമുഖരത്തിൽ ചിന്തനം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സ്ഥിരമായ രീതിയിൽ അത് ആവാഹിച്ചു കൊണ്ട് നടന്ന് തപസ് പോലെ തന്നെ എത്തിക്കുമ്പോഴാണ് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്തത്. കഴിവതും ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള, അറിവിന് വേണ്ടിയിട്ടുള്ള തപസ്സായിരുന്നു. ഇന്ന് നാം ഇപ്പം ജീവിക്കുന്നത് കലിയുഗത്തിലാണ്. കലിയുഗത്തിൽ നാനാവിധമായ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ആഗ്രഹങ്ങൾക്ക് പുറകെ ഇങ്ങനെ പായുമ്പം പലപ്പോഴും ഓരോന്ന് നേടുമ്പോഴും വീണ്ടും നേടുവാനുള്ള വ്യഗ്രതയിൽ സത്യത്തിൽ ജീവിക്കുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ഈ ബീജമന്ത്രങ്ങളുടെയൊക്കെ പ്രസക്തി എന്ന് പറയുന്നത്. ബീജം എന്നാൽ വിത്ത്. നമ്മളിലൂടെ കടന്നു പോകുന്ന ധാരധാരയായ ചിന്തകൾ തന്നെയാണ് വിത്തുകളെന്ന് പറയുന്നത്. അതിനെ വളരെ ക്രോഡീകരിച്ചെടുത്തുകൊണ്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന സങ്കല്പം അത് പിന്നീട് നടപ്പിലാകുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ
മന്ത്ര ഉച്ചാരണത്തിലൂടെ തപസ്സിലൂടെയൊക്കെ ആദ്യകാലം മുതൽ മനുഷ്യൻ ഇത് ഉപയോഗിച്ചിരുന്നു. മന്ത്രം എന്നാ പറയുക. ഒരുപാട് ആശയങ്ങളെയല്ല, ആ ആശയങ്ങൾക്കുള്ളിൽ ക്രോഡീകരിച്ചെടുത്ത ഷോർട്ട് വേഡ്സുകളാണ് മന്ത്രം. അത് മനസ്സിൽ ത്രാണനം ചെയ്യുമ്പോൾ മനനാൽ ത്രായതേ ഇരി മന്ത്ര, ത്രം എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെ വളരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഉള്ളിൽ കൊണ്ടു നടന്ന് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ആത്മാവിലേക്ക് പിടിപ്പിക്കുന്ന പദ്ധതിയാണ് ബീജമന്ത്രത്തിലൂടെ, ബീജമന്ത്ര ധാരണത്തിലൂടെ, ചെയ്തികളിലൂടെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമുക്കറിയാം, മനുഷ്യൻ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നിടം വരെ ചിന്തകളുടെ ഒരു പ്രഹേളിയാണ് പോകുന്നത്. അതിൽ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? നമ്മുടെ ആരോഗ്യമാകാം, സന്തോഷമാകാം, സംതൃപ്തിയാകാം. ഇതെല്ലാം എന്താണോ നമുക്ക് വേണ്ടത് അതിനെ കൃത്യമായ രീതിയിൽ ഒരു സ്ലോട്ടായി ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോഴാണ് ഒരു ബീജമന്ത്രമാകുന്നത്. ഇതിന് പണ്ട് തൊട്ട് ഋഷീശ്വരന്മാർ പല വാക്കുകളും സ്ഥിരമായി കൊണ്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തി ഉപയോഗിച്ച് പോന്നിരുന്നു. അത് നമുക്ക് സമാജത്തിലേക്ക് നൽകിയിരുന്നു. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് സ്വിച്ച് വേർഡ് എന്ന് പറയും. സ്വിച്ച്, ഒരു സ്വിച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വലിയൊരു യന്ത്രത്തെ പോലും കൺട്രോൾ ചെയ്യുന്നത്, അത് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ഡിവൈസാണ്, ഉപകരണമാണ് സ്വിച്ച്. ആ സ്വിച്ചിന് തന്നെ നമ്മൾ പറയുമ്പം അത് ഇംഗ്ലീഷിലാണ് പറയുന്നത്, പക്ഷേ മലയാളത്തിൽ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ദൈർഘ്യമുള്ളതാണ് ആ വാക്ക്. വിദ്യുച്ഛക്തി, വൈദ്യുത ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം എന്നൊക്കെയാണ് പറയുക. അപ്പം അതിനെ ചുരുക്കി സ്വിച്ച് എന്നാക്കി. ആ ഒരു സ്വിച്ച് ഇടുമ്പോൾ അത് കത്തുകയും ചെയ്യും, കെടുത്തുകയും ചെയ്യും. ചില വാക്കുകൾ നമ്മളൊന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൻ്റെ മാറ്റം വരാറുണ്ട്. ഉദാഹരണം, അപകടം അല്ലെ ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു വാക്ക് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു അപകടാവസ്ഥ വരികയാണ്. അല്ലെങ്കിൽ സൂര്യോദയം എന്ന് പറയുമ്പോൾ, സൺറൈസ് എന്ന് പറയുമ്പോൾ മനസ്സിന് ഒരു പ്രത്യേക ഷിഫ്റ്റിംഗ് വരികയാണ്. ഇതേപോലെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വിച്ച് വേർഡ് അല്ലെങ്കിൽ ബീജമന്ത്രം ഒരു വ്യക്തിയിൽ മാറ്റങ്ങൾ ചെറിയ തോതിലുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അശുഭകരമായ വാക്കുകൾ നിരന്തരം ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. അത് നെഗറ്റീവ് ഡയറക്ഷനുള്ളൂ. എപ്പോഴും പറയാറുണ്ട്, ചിന്തിച്ചവിടെ നാശം, നാശം, നശിച്ചു, പൊളിച്ചു. ഇതിങ്ങനെ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം പറയുന്ന സ്വിച്ച് വേർഡാണ്, ബീജമന്ത്രമാണ്. പലരും അവനവൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടല്ല ഈ ബീജമന്ത്രങ്ങൾ ഉപയോഗിക്കാറുള്ളത്. എപ്പോഴും തൻ്റെ കഷ്ടതകളും ദുരിതങ്ങളും നിരന്തരം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതും ബീജമന്ത്രമാണ്. അപ്പോൾ ആവർത്തിക്കപ്പെടുന്ന നമ്മുടെ ആത്മാവിലേക്ക് സ്വാംശീകരിക്കുന്നതുകൊണ്ട് തന്നെ അത് ശരിയും തെറ്റും അറിയില്ല. അപ്പം ബീജമന്ത്രങ്ങളൊക്കെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ, റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സൂക്ഷ്മതലത്തിലുള്ള അർത്ഥം അത് വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അത് അപകടത്തിലേക്കും പോകുന്നു. നമ്മൾ പലപ്പോഴും കാഷ്വലായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിട്ടയോടുകൂടിയുള്ള ആധ്യാത്മികതയിലുള്ള ചില രീതികളൊക്കെ പണ്ട് തൊട്ടേ വെച്ച് പുലർത്തിയിരുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ആത്മീയതയിൽ അധിഷ്ഠിതമായ ചില ജീവിത ചര്യകളുണ്ട്, ശൈലികളുണ്ട്. അതിൽ നമ്മൾ ഉപാസനകൾ പലതും എടുക്കാറുണ്ട് ആൾക്കാർ. നമ്മൾ ശീലിക്കാറുണ്ട് ഉപാസനകൾ. എന്ന് പറഞ്ഞാൽ അടുത്ത്, ആസന എന്ന് ഇരുത്തുക, അടുത്തിരുത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ അടുത്തിരുത്തിക്കൊണ്ട് ത്രാണനം ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വളരെ കൃത്യമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഷോർട്ട് സജഷൻസ്, അതാണ് ബീജമന്ത്രം. അത് പണ്ടൊക്കെ സംസ്കൃതത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ വളരെ ഫാസ്റ്റ് യുഗമാണ്, സ്പീഡ് യുഗമാണ്. നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിന് മനസ്സിലാകുന്ന രീതിയിലുള്ള പോസിറ്റീവ് സജഷൻസ് റിപ്പീറ്റ് ചെയ്ത് എല്ലാ ദിവസവും കൊടുക്കാൻ സാധിച്ചാൽ അതൊരു ബീജമന്ത്രമായി തന്നെ നമ്മുടെ ആത്മാവിലേക്ക് അത് കോപ്പി ചെയ്യപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നേടാം. അതിനെന്ത് വേണം? ഒരു ചിട്ട വെക്കാൻ സാധിക്കണം. ഒരു ഉപാസന സമ്പ്രദായം, ശീലം വെച്ച് പുലർത്താൻ സാധിക്കണം. ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട്, പലതും പല ആധ്യാത്മികതയിലുള്ളതും കണ്ടിട്ടുണ്ട്, എപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ആന്തരിക അർത്ഥം അറിയില്ല. അവിടെയാണ് പ്രശ്നം. എല്ലാ മതങ്ങളിലും ഉപയോഗിക്കുന്നതാണ് ചാൻറ്റിങ് ബീഡ്സിന് ചാൻറ്റ് ചെയ്യും. ഇസ്ലാം മതത്തിലായിക്കോട്ടെ, ക്രിസ്ത്യൻ മതത്തിലായിക്കോട്ടെ, ഹൈന്ദവ മതത്തിലായിക്കോട്ടെ, ഒരു ജപമാല പലരും കൈക്കൊണ്ട് നടക്കുന്നുണ്ടല്ലേ. അതിൽ ജപിക്കുന്നത് മൂലമന്ത്രമാണ്, അല്ലെങ്കിൽ ഈ ബീജമന്ത്രങ്ങളാണ്. അത് സ്ഥിരമായി ഒരേപോലെയുള്ള മന്ത്രം അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിന് ശാന്തിയും അതിൻ്റെ തത്വം അറിഞ്ഞു പോയാൽ അഭിവൃദ്ധി ഉണ്ടാകും. പലരും ഇത് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫലം കിട്ടുന്നില്ല. കാരണം എന്താണ്? അതിൻ്റെ പിന്നിലുള്ള സയൻസ് അറിയാതെയാണ് ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. മുമ്പേ നടന്നു പോയവർ നമുക്ക് കാട്ടിത്തന്നു, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മാറി വരുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സയൻസ് അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകുന്നു.
അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു ബീജമന്ത്രം ഡെയിലി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ആയിട്ട് പറയാം. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ജപമാല ആയിക്കോട്ടെ അത് കയ്യിലെടുക്കുക. നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തുടർന്നോളൂ. അതോടൊപ്പം തന്നെ ഒരു 4 വാക്കുകൾ കൃത്യമായ രീതിയിൽ എല്ലാ ദിവസവും ഓരോ ബീഡ്സിലും പിടിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുക. മനസ്സ് ഏകാഗ്രമാക്കുക. നല്ലതുപോലെ ഒരു ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ഓരോ ബീഡ്സിലും പിടിച്ചുകൊണ്ട് പറയുക, ഞാൻ ഹെൽത്തിയാണ്, ആരോഗ്യമുള്ള, ഞാൻ ആരോഗ്യത്തെ അനുഭവിക്കുന്നു, എൻ്റെ സ്ഥായി ഭാവം സന്തോഷമാണ്, ഞാൻ ശാന്തിയാണ്, ഞാൻ അഭിവൃദ്ധിയാണ്. ഈ 4 കാര്യങ്ങൾ ഓരോ ബീഡ്സിലും വളരെ ശ്രദ്ധയോടെ ഏകാഗ്രമായി പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബീഡ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അത്രയും സമയം മറ്റു ചിന്തയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ നമ്മളിലേക്ക് കൊടുക്കുന്ന ബീജമന്ത്രമാണ്. നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച് ലോജിക്ക് എന്ന് പറയുന്ന സംഗതിയില്ല, പക്ഷേ ശക്തനാണ്, സർവ്വശക്തനാണ്. ഈ ആത്മാവ് പരമാത്മാവുമായിട്ട് കണക്റ്റഡ് ആണ്. ഊർജ്ജം എന്ന് പറയാം. ഊർജ്ജത്തെ മാത്രം നമുക്ക് മുറിക്കാൻ പറ്റില്ല, വിഭജിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാനെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മന്ത്രങ്ങൾ ഭഗവാനിലേക്ക് എത്തി അത് തിരികെ ലഭിക്കണമെങ്കിൽ ചില ചിട്ട നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഓരോരുത്തർക്കും സ്വന്തമായ ഒരു ബീജമന്ത്രം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത് അത് ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് വരും ദിനങ്ങളിൽ ഈ മന്ത്രശക്തിയിലൂടെ തന്നെ അഭിവൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ആത്മീയകഥകളിലെ ഇന്നത്തെ ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.